മാമി തിരോധാന കേസാണ്. അതിൽ ഇന്ന് അന്വേഷണം ആരംഭിക്കുമെന്നുള്ളതാണ്. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് സംഘത്തിനാണ് അന്വേഷണ ചുമതല. ADGP P. പ്രകാശിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രേമൻ യു ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. കോഴിക്കോട് വയനാട് ക്രൈംബ്രാഞ്ച് യൂണിറ്റുകളിലെ ഡിറ്റക്ടീവ് ഇൻസ്പെക്ടർമാരായ ഷാറൂൺ CS, രതീഷ് കുമാർ R, അഭിലാഷ് P, സിബി തോമസ് എന്നിവരെ കൂടാതെ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP-യും സംഘത്തിലുണ്ട്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഗുഡ് മോർണിംഗ്. ഈ മാമി കേസ് അന്വേഷണം ഇന്ന് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും? എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് കോഴിക്കോട് നഗരമധ്യത്തിൽ നിന്നും നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിനെ കാണാതായത്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം നിരവധി തവണ പരാതികളുമായി ഈ പോലീസ് സ്റ്റേഷനുകളിൽ തോറും കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ആദ്യം ലോക്കൽ പോലീസാണ്, നടക്കാവ് പോലീസാണ് ആ കേസ് അന്വേഷിച്ചത്. പക്ഷെ യാതൊരു തുമ്പും ഈ കേസിലേക്ക് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. അതിന് പിന്നാലെ ഈ കുടുംബം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയതിന്റെ പിന്നാലെ ഈ കേസ് അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ADGP MR അജിത് കുമാറാണ് ഇത്തരമൊരു സംഘത്തെ രൂപീകരിച്ചത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായ T. ശശിധരനെയാണ് ഇതിന്റെ ഒരു സംഘ തലവനായി നിയമിക്കുകയും ചെയ്തത്. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ നടക്കുന്ന ഒരു കുറ്റകൃത്യം അന്വേഷിക്കുന്നതിനായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചുമതല വഹിക്കുന്നത് വലിയ ഒരു പൊരുത്തക്കേടെന്ന രീതിയിൽ തന്നെയാണ് കുടുംബം വിലയിരുത്തിയത്. പക്ഷേ ഈ അന്വേഷണ സംഘം യാതൊരു തരത്തിലും കേസിന് ഗുണകരമായ രീതിയിൽ മുന്നോട്ട് പോയില്ല എന്ന് കുടുംബം ആരോപിക്കുന്നു. ഒപ്പം ഈ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ ക്രൈംബ്രാഞ്ചിന് വിടുന്നതിനുള്ള ധാരണ ആയിരുന്നു. പക്ഷേ ADGP ഇടപെട്ട് ആ അന്വേഷണം അട്ടിമറിക്കാൻ, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന് നൽകുന്ന ഉത്തരവ് അട്ടിമറിക്കാനുള്ള നീക്കം നടത്തുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ അന്ന് നിയോഗിക്കുകയുമാണ് ചെയ്തതെന്ന് കുടുംബം പറയുകയും ചെയ്യുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് PV അൻവർ MLA മാമിയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തുകയും വീണ്ടും വാർത്തകളിൽ ഈ വിവാദം നിറയുകയും ചെയ്തത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. CBIക്ക് കേസ് കൈമാറുന്നതിൽ തടസ്സമില്ല എന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശുപാർശ നൽകുകയും ചെയ്തു. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറങ്ങുകയും ഇന്നലെ തന്നെ അന്വേഷണ സംഘത്തെ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കുടുംബം ഈ ഘട്ടത്തിൽ ഈ അന്വേഷണത്തോട് പൂർണ്ണമായും യോജിക്കുന്നുവെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കേരള പോലീസിന്റെ ഒരു കഴിവിനെ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് ഒരു സംശയവും കുടുംബത്തിലെ ഭാര്യമാരിൽ ആർക്കും ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ CBI അടക്കമുള്ള ഏജൻസികൾ വരുമ്പോൾ ഒരു സ്വാഭാവികമായ കാലതാമസം ഈ കേസിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അവർ വിലയിരുത്തുകയും ചെയ്യുന്നു. എന്തായാലും നിലവിൽ അന്വേഷണം നടത്തിയ അന്വേഷണ സംഘത്തെയാണ് അവിശ്വാസമുള്ളത്. നിലവിലെ അന്വേഷണ സംഘത്തെക്കുറിച്ച് കാര്യമായ അവിശ്വാസം ഈ കുടുംബത്തിനില്ല എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് നടക്കാവ് പോലീസിൽ നിന്നും ഈ കേസിന്റെ വിശദാംശങ്ങൾ, അല്ലെങ്കിൽ കേസ് ഡയറി ക്രൈംബ്രാഞ്ച് സംഘം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുന്നു. ഇന്ന് തന്നെ തുടങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ്, അതുപോലെ തന്നെ തിരോധാനത്തിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ പങ്കുണ്ട് എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല CBIയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞ കേസ് ക്രൈംബ്രാഞ്ചിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും ഒരു സംശയാസ്പദമായ കാര്യം കിടപ്പുണ്ടോ? തീർച്ചയായും കുടുംബത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട അടിമുടി മുതൽ സംശയങ്ങളാണ്. കാരണം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു ഭാഗത്തു നിന്നാണ് മാമിയെ കാണാതായത്. പക്ഷെ ഇത് കാണാതായത് സംബന്ധിച്ച ഒരു CCTV ദൃശ്യങ്ങളിൽ പോലും മാമി പതിഞ്ഞിട്ടില്ല എന്നതാണ് ഏറെ അത്ഭുതകരമായി കുടുംബത്തെ കാണിക്കുന്നത്. ഒരു അത്തോണിക്കടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നും ഈ മാമിയുടെ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ ലഭിച്ചു എന്ന് പോലീസ് പറയുന്നു. അവിടുത്തെ ഒരു വീട് കേന്ദ്രീകരിച്ച് അന്വേഷണമൊക്കെ നടത്തുമെന്ന് ഒരു വർഷം മുമ്പ് ഏതാണ്ട് പറയുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 10 മാസം മുമ്പ് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ആ വീട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനോ മറ്റു രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതിനോ കഴിഞ്ഞിരുന്നില്ല. 300-ലധികം ആളുകളുടെ മൊഴി ഇതിനകം രേഖപ്പെടുത്തിയെന്ന് പോലീസ് പറയുമ്പോഴും അതിൽ 90%-ലധികം ആളുകളുടെ മൊഴി മൊബൈൽ ഫോൺ വഴി വിളിച്ച് രേഖപ്പെടുത്തിയതാണ് എന്നതും ഒരു ന്യൂനതയെ കുടുംബം ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഒപ്പം ഈ കോഴിക്കോട് നഗരമധ്യത്തിലെ ഏതാണ്ട് 300 കോടി രൂപ വിലമതിക്കുന്ന ഒരു ഭൂമിയുടെ ഇടപാട് മാമി നടത്തിയിരുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് മാമി മരിക്കുകയും ഒരാഴ്ചക്കുള്ളിൽ ആ ഭൂമിയുടെ ഇടപാട് നടക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ 300 കോടി രൂപയുടെ ഇടപാട് നടന്നാൽ ഏതാണ്ട് 15-20 കോടിയോളം രൂപ മാമിക്ക് കിട്ടേണ്ടതാണ് എന്ന് കുടുംബത്തോട് പറയുകയും ചെയ്തിരുന്നു. ഈ ഇടപാട് പിന്നീട് വളരെ പെട്ടെന്ന് നടക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട യാതൊരു അന്വേഷണവും ആ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നടത്തിയില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഒപ്പം ഓഗസ്റ്റ് 21-ന് മാമി ദുബായിൽ പോയിരുന്നു. ദുബായിൽ പോയി വന്ന ശേഷം അങ്ങേയറ്റം സന്തോഷവാനല്ലാത്ത ഒരു മാമിയാണ് കാണാൻ കഴിഞ്ഞതെന്ന് ഭാര്യ പറയുന്നുണ്ട്. പിന്നീട് വീണ്ടും 28-ാം തീയതി ദുബായിക്ക് പോകണമെന്ന് കുടുംബത്തിൽ പറയുകയും ചെയ്തു. ഈ സമയത്ത് ദുബായിൽ പോയപ്പോൾ എന്താണ് സംഭവിച്ചതിനെ കുറിച്ചൊരു അന്വേഷണം ഉണ്ടായില്ല. ഇത്തരം
സംശയങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായി കുടുംബം ഈ പോലീസിനോട് പറഞ്ഞതാണ്. പക്ഷേ പോലീസ് ഇത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഒപ്പം ഈ ആക്ഷൻ കൗൺസിൽ അടക്കം രൂപീകരിക്കാൻ മാമിയുടെ ഒരുപാട് സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് ബിസിനസ്സിലെ സഹായികളായ ആളുകൾക്ക് കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ പിന്നീട് ഈ അന്വേഷണം ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് കണ്ടപ്പോൾ പിന്മാറിയ സാഹചര്യം ഈ കുടുംബത്തെ പരാതികളിൽ നിന്നും ഒരു സമ്മർദ്ദം ചെലുത്തുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ദുരൂഹതയെ തന്നെ അവശേഷിക്കുന്നു. അതുകൊണ്ട് ഈ ബിസിനസ് പരമായ കാര്യങ്ങൾ തന്നെ ആവാം മാമിയുടെ തിരോധാനത്തിന് പിന്നിലെന്ന ശക്തമായ വികാരമാണ് കുടുംബത്തിലുള്ളത്. ഇക്കാര്യങ്ങളെ കുറിച്ച് നേരത്തെ പലവട്ടം പറഞ്ഞെങ്കിലും ADGP അജിത് കുമാർ അടക്കമുള്ളവർ മുഖവിലേക്ക് എടുത്തില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഉന്നത തരത്തിൽ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന കൃത്യമായ വിശ്വാസമാണ് കുടുംബത്തിലുള്ളത്. എന്തായാലും പുതിയ അന്വേഷണങ്ങൾ എത്തുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ അടിമുതൽ മുടിവരെ പരിശോധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം ഉള്ളത്. ശരി, MS അനീഷ് കുമാറാണ്. അപ്പം മാമി കേസിൽ ഇന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങുകയാണ്. അന്വേഷണത്തിൽ പൂർണ്ണമായി സഹകരിക്കുമെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്.